നമുക്കൊരു സോയാബീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് അതിനകത്ത് നമ്മുടെ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുക്കാവേ. കുക്കർ വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് എടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് എണ്ണയും കൂടി ഇട്ടതിന് ശേഷം നമ്മളെ കുറച്ച് പട്ട അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുരുമുളക്, സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂട്ടി നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പിന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞപ്പൊടി മാത്രം പോരാ, കുറച്ച് മുളക് പൊടിയും കൂടെ വേണം. നല്ലൊരു എരിയൊക്കെ വരത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്ന കേട്ടോ. കുറേ നേരം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സോയാബീൻ ബിരിയാണി കഴിക്കും. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കുറേ മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പിന്നെ ഇളക്കി കൊടുക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മുടെ സ്വന്തം മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇടുന്നതാണല്ലോ അതിൻ്റെ ഒരു അന്തസ്സ്, അങ്ങനല്ലേ. പിന്നെ നമ്മൾ കഴുകി സെറ്റാക്കി വെച്ച നമ്മുടെ സോയാബീൻ അതും കൂടി നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാവേ. സോയാബീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കണ്ടേ. പിന്നെ നല്ലപോലെ കഴുകിയ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തോട്ട്. പിന്നെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിരിക്കണം. ഇളക്കിയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ എത്ര കപ്പ് അരി ഇടുന്നേ അത്ര അനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് വെള്ളമൊക്കെ വേണ്ടത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ലാസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഈ കുക്കർ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കാം. കുക്കർ ഇങ്ങനെ കുറേ നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സ്റ്റൗ അങ്ങോട്ട് ഓൺ ചെയ്യണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത്ര നേരം സ്റ്റൗ ഓൺ ചെയ്തിട്ടിക്കുമല്ലായിരുന്നോ എന്ന്. നമ്മൾ ഫോയിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. പിന്നെ കുറച്ച് നേരം ഈ വെന്തങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും കുക്കർ തുറന്നു കഴിഞ്ഞാൽ ഇതേ കൂട്ടത്തെ ഒരു അടിപൊളി സോയാബീൻ ബിരിയാണി നമുക്ക് കാണാം. നമുക്ക് അടിയിൽ നിന്നൊന്ന് നല്ലപോലെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ അടിയിൽ നമ്മൾ മുമ്പ് ഉണ്ടാക്കി നമ്മുടെ മസാല വയ്ക്കില്ലായിരുന്നോ, ആ മസാലയൊക്കെ നല്ലപോലെ പെരണ്ട് കിട്ടും ഇതിനകത്തോട്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇന്ന് ഞാൻ ഇതായിരുന്നു കേട്ടോ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇത്രയും മന്തി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അത് അവർ കഴിച്ചോളൂ. അപ്പോൾ ബൈ.